എല്ലാവരും സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷാണ്. അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അങ്ങനെ ഞാൻ ദൃശ്യം 3 കണ്ടിരിക്കുകയാണ് ഗൈസ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടമെന്നേ ഞാൻ പറയൂ. പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു, മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പടം പോരാ, പടം ആവറേജ് ആണ്, പടം പ്രതീക്ഷ അത്രയും എത്തിയിട്ടില്ല, പടം ദൃശ്യം 1 ഒരു പടി താഴെയാണ് 2, അതിലും താഴെയാണ് 3, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയും ദൃശ്യം 3 1 ഒരു പടി മേലെയായിരുന്നു 2, അതിലും ഗംഭീരമാക്കി ജിത്തു ജോസഫ് ദൃശ്യം 3 നമുക്ക് എല്ലാവർക്കും തന്നു. ദൃശ്യം 4 ഹിൻഡ് ക്ലൈമാക്സിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ദൃശ്യം 4 എടുക്കുമ്പോൾ, ദൃശ്യം 4 ചെയ്യാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ദൃശ്യം 1, 2, 3 ഓക്കെ ആയിട്ടുണ്ട്, 3 അടിപൊളിയായിട്ടുണ്ട്, കുളമായി പോയിട്ടില്ല. പക്ഷേ 4 കുളമാക്കി തരല് അതൊരുപാട് ചിന്തിച്ച് ചെയ്യുക. ദൃശ്യം 3യുടെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, ആ പടത്തിൽ ഏറ്റവും കണ്ണ് തള്ളി ഇരുന്ന ഒരു നിമിഷം എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, അത് ഞാൻ ക്ലൈമാക്സിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. മോഹൻലാൽ മോളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ശരിക്കും തൻ്റെ കുടുംബത്തിന് വേണ്ടി ഏതറ്റവും വരെ പോണ ഒരാളാണ്. ഇത് ദൃശ്യത്തിലെ ജോർജ് കുട്ടി ദൃശ്യത്തിൽ മാത്രമാണ്, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജോർജ് കുട്ടികളുണ്ട്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും ഏതൊരാളും പോയിരിക്കും. നമ്മളൊക്കെ പറയുമല്ലോ, നീ ഭയങ്കര സെൽഫിഷാണ്, നീ ഭയങ്കര സെൽഫിഷാണ്, സെൽഫിഷ് ആദ്യം നീ ആ സ്വഭാവം നീ മാറ്റണം. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും സ്വന്തം കാര്യം വരുമ്പോൾ സെൽഫിഷാണ്. സ്വന്തം മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യം വരുമ്പം, അച്ഛൻ്റെ കാര്യമല്ല, അമ്മയുടെ കാര്യമല്ല, എന്തായാലും സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷാണ്. സെൽഫിഷ് എന്ന് പറയുന്നത് അത്ര മോശം സ്വഭാവമൊന്നുമല്ല. കാരണം സ്വന്തം കാര്യം വരുമ്പം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വേണം. ആ ദൃശ്യത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ. ആ ദൃശ്യം 1 ഒരു സംഭവം, വരുൺ പ്രഭാകരനെ കൊല്ലുന്നത്, ആ കാര്യം അറിഞ്ഞതിന് ശേഷം പിന്നെ മോഹൻലാലിൻ്റെ ഓരോ ശ്രമം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ്. അവിടെ മോഹൻലാലിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കുടുംബം, അതായത് വരുണിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ നീതി കിട്ടാതെ പോവുകയാണ്. ആ ഒരു സത്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ, അതായത് ജോർജ് കുട്ടിയുടെ കുടുംബം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ വേറെ ആരും ഒരു പ്രയോറിറ്റിയോ അല്ല, ഒരു മാറ്ററും അല്ല. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം വെറും 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ മനുഷ്യൻ, കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോണ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി. അവൻ ചിന്തിക്കുക എങ്ങനെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാം എന്നുള്ളത് മാത്രമായിരിക്കും. അവിടെ വേറെ ഒന്നും നോക്കൂല. കുറ്റബോധമുണ്ടോ അല്ലെങ്കിൽ തെറ്റാണോ ഒന്നും ചിന്തിക്കൂല, ഒരിക്കലും ചിന്തിക്കാൻ നിൽക്കൂല. പക്ഷെ ആ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു ബുദ്ധിയാണ്. കാരണം സിനിമകൾ വെച്ചാണ്, സിനിമകൾ കണ്ട് നിരന്തരം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ കാര്യവും ചെയ്യുമ്പോഴും സിനിമയുമായി റിലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മളത് സത്യം മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫാക്ടറാണ് സിനിമ എന്ന് പറയുന്നത്. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. സിനിമ മോഡലിൽ നടന്ന കൊലപാതകങ്ങളുണ്ടല്ലോ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിനിമ മോഡൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമ നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അവതരിപ്പിക്കാനോ പ്രതിഷേധിക്കാനോ ഉണ്ടെങ്കിൽ സിനിമ ഈസ് ദ ബെസ്റ്റ് മീഡിയം, എടുത്തു പറയാം. പിന്നെ നമ്മൾ ദൃശ്യത്തിലോട്ട് വരുമ്പം, ദൃശ്യം ഫസ്റ്റ് ഹാഫ് ലാഗായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. അങ്ങനെ തുടങ്ങി വരുന്നത് തന്നെയാണ് ആ സിനിമയ്ക്ക് നല്ലത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പം എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായിപ്പോയി, സെക്കൻഡ് ഹാഫ് അത്ര അടിപൊളിയായിപ്പോയി. ഈ ദൃശ്യം ഫസ്റ്റിൽ ഈ സംഭവം നടന്ന് കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ദൃശ്യം 2ലും പ്രെഡിക്റ്റ് ചെയ്യാണ്, മോഹൻലാൽ പ്രെഡിക്റ്റ് ചെയ്യാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, എങ്ങനെ അത് സോൾവ് ചെയ്യണം. പക്ഷേ ദൃശ്യം 3 മോഹൻലാലിന് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത്, കൂടെയുള്ള ആരെയൊക്കെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്ന് പോലും മനസ്സിലാകുന്നില്ല, ആ ഒരവസ്ഥ. പക്ഷേ എന്നിട്ടും
പ്രിഡിക്റ്റ് ചെയ്തു ഓരോ പ്രശ്നവും, ഇന്ന പ്രശ്നം വന്നാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് തിരഞ്ഞ് കണ്ടുപിടിച്ച് ആ രീതിക്ക് പോയി. പിന്നെ ആ സിനിമയിൽ ജോർജ് കുട്ടി കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത് ഒരു സംശയമില്ലാതെ ഞാൻ പറയും സഹദേവൻ്റെ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത അഭിനയമായിപ്പോയത്. കാരണം ആ ഒരു വൈരാഗ്യവും ആ ഒരു പ്രതികാരവും എല്ലാം കൂടെ ആയിട്ടുള്ള ആ ഒരു സഹദേവൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ കിട്ടിലാക്കി കളഞ്ഞു. ജോർജ് കുട്ടി കഴിഞ്ഞാൽ പിന്നെ സഹദേവൻ്റെ ക്യാരക്ടറാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാതാക്കി കളഞ്ഞു. സത്യം സത്യം നമ്മൾ ആരും പ്രതീക്ഷിക്കൂ സഹദേവൻ ഈ ഒരു രീതിയിൽ വരുമെന്ന്. പക്ഷേ ആ സിനിമയിൽ സഹദേവൻ്റെ മോളായിട്ട് എടുത്ത ഒരു കാസ്റ്റിങ് അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല. ആ ഒരു നടി ഒരു മാച്ചിങ്, ഒരു അച്ഛൻ മോൾ കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മാത്രമാണ് എനിക്ക് ആ സിനിമയിൽ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം കിടിലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. കൂടെ ഉള്ളവന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ എതിർ ടീമിലുള്ളവന്മാർ ഇറക്കിയ ആൾക്കാരാണെന്ന് നമ്മൾ ഓരോന്ന് അറിയുമ്പം ആ സിനിമയിൽ വേറെ കുറച്ച് പേരുണ്ട്, അവരും ഇനി എതിർ ടീമിലുള്ളതാണോ എന്ന് വരെ ചിന്തിച്ചു പോയി ഞാൻ ഒരു നിമിഷം. പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ക്ലൈമാക്സ്, എൻ്റെ മോനെ കരഞ്ഞുപോയി. സ്വന്തം അച്ഛൻ ചെയ്യുന്ന ആ ഒരിത് എൻ്റെ കൈയൊക്കെ തളർന്ന് അവിടെ ഇരുന്നുണ്ട് അത് കാണുമ്പം. ദൃശ്യം ടീമിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ ദൃശ്യം 1, 2, 3 ഈ 3 സിനിമയും ഞാൻ ഒന്നും കൂടെ, അത് ദൃശ്യം 3 OTTയിൽ വന്നതിന് ശേഷം ഒന്നും കൂടെ കണ്ടിട്ട്, അല്ലെങ്കിൽ ദൃശ്യം 1ഉം 2ഉം ടി വിയിൽ കണ്ടിട്ട് അന്ന് തന്നെ പറ്റുമെങ്കിൽ ദൃശ്യം 3 ഞാൻ ഒന്നും കൂടെ തിയേറ്ററിൽ പോയി കാണും. കണ്ടതിന് ശേഷം ഈ 3 സിനിമയും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. ലാലേട്ടാ, നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനത്തെ റോള് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഒരു ആരാധകൻ എന്ന് മാത്രമായിട്ട് ഞാൻ പറയുന്നതല്ല, ഇത് ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ. വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആർക്കും പറ്റിയതുമല്ല അതൊന്നും. ശരി, അപ്പോൾ